പശ്ചിമേഷ്യയിൽ നിന്നും വരുന്ന വാർത്തകളിൽ പ്രധാനപ്പെട്ട ഒന്ന് ലബനാനും ഇസ്രായേലും തമ്മിലുള്ള ഏറ്റുമുട്ടലാണ്. ബെയ്റൂത്തിൽ ആക്രമണങ്ങൾക്ക് ലബനാൻ തിരിച്ചടി നൽകിയെന്ന് അവകാശപ്പെടുന്നതാണ് വാർത്തകളിലെ മറ്റൊന്ന്. ഖത്തറിൽ നിന്നുള്ള വാർത്തകൾ സർക്കാരിൻ്റെ അതിതീവ്രമായ ശ്രമങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനും ജനങ്ങളുടെ സ്വൈര്യജീവിതം തിരിച്ചു പിടിക്കുന്നതിനുമാണ് ഖത്തർ പ്രാധാന്യം നൽകിയിരിക്കുന്നത്. ഇറാനിൽ നിന്നും ശക്തമായ ആക്രമണമാണ് നേരിടേണ്ടി വരുന്നത് എന്നും സൈനിക കേന്ദ്രങ്ങൾക്ക് പുറമെ അവർ ജനവാസ മേഖലകളിലേക്കും ആക്രമണം നടത്തുകയാണ് എന്നും ഖത്തർ ഭരണകൂടം പറയുന്നുണ്ട്. ഇറാൻ അമേരിക്ക യുദ്ധം അതിര് കടക്കുന്നതിനെ കുറിച്ച് കഴിഞ്ഞ ആഴ്ചത്തെ വേൾഡ് ഇൻ വേർഡ്സിൽ നമ്മൾ സൂചിപ്പിച്ചിരുന്നു. ഇപ്പോഴും അതേ അവസ്ഥയിലൂടെ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഖത്തറും ലബനാനും ഇറാഖുമെല്ലാം ഇതിൻ്റെ കെടുതികൾ നേരിട്ടനുഭവിക്കുമ്പോൾ അമേരിക്കൻ ഉപരോധത്തിൻ്റെയും കണ്ണുരുട്ടലിൻ്റെയും ഭീഷണി നേരിടുന്ന സ്പെയിനിനെ പോലുള്ള രാജ്യങ്ങൾ വേറെയുമുണ്ട്. ഇന്നത്തെ വേൾഡ് ഇൻ വേർഡ്സ് യുദ്ധവുമായി ബന്ധപ്പെട്ട മറ്റ് ചില കാര്യങ്ങൾ കൂടി വിശകലനം ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. ഒപ്പം കൊറിയ ചൈന ബന്ധം, മെക്സിക്കോയിലെ ലോകകപ്പ് വിശേഷങ്ങൾ എന്നിവയും ഉണ്ട്. യേശുക്രിസ്തു തന്നിലേക്ക് ഇറങ്ങി വന്നു കൽപ്പിച്ചതുകൊണ്ട് യുദ്ധം ചെയ്ത പ്രസിഡന്റുമാർ അമേരിക്കയിൽ ട്രംപിനു മുമ്പും കഴിഞ്ഞുപോയിട്ടുണ്ട്. പലപ്പോഴും യുദ്ധങ്ങൾക്ക് ന്യായീകരണങ്ങൾ ദൈവവും ദൈവത്തിൻ്റെ വാഗ്ദാനവും ഒക്കെ ആയിരിക്കും. ഇപ്പോൾ അമേരിക്ക ഇറാന് നേരെ നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണങ്ങൾക്ക് പിന്നിലും ദൈവപ്രീതിയുടെ കഥകൾ ഒരുപാട് കേൾക്കാനുണ്ട്. സൈനികരെ യുദ്ധത്തിന് പ്രേരിപ്പിക്കുന്നത് രാഷ്ട്ര സുരക്ഷയുടെയോ ശത്രു സംഹാരത്തിൻ്റെയോ പേര് പറഞ്ഞല്ല. ദൈവവും ക്രിസ്തുമൊക്കെയാണ് അവിടെ താരങ്ങൾ. യേശുക്രിസ്തുവിൻ്റെ ആഗമനം സുഗമമാക്കാനാണ് ഈ യുദ്ധം നമ്മൾ ചെയ്യുന്നത് എന്നാണ് നിലവിൽ സൈനികരെ പഠിപ്പിച്ചു വെച്ചിട്ടുള്ളത് അത്രേ. അമേരിക്കൻ കോൺഗ്രസിൽ ഏകദേശം 30 അംഗങ്ങൾ ഇത്തരമൊരു ആരോപണം ഉന്നയിച്ചിരിക്കുകയാണ്. ഇപ്പോൾ സൈനികർക്ക് ഇത്തരത്തിലൊരു നിർദ്ദേശം കൊടുത്തിട്ടുണ്ടായിരുന്നു എന്ന പരാതികൾ 100-ലധികം വന്നു കഴിഞ്ഞു. തങ്ങളുടെ സൈനിക തലവന്മാരുടെ കടപ്പാട് ഭരണഘടനയോടെ ആയിരിക്കണമെന്ന അടിസ്ഥാന തത്വത്തിന്റെ ലംഘനം നടന്നിരിക്കുന്നു. ഇക്കാര്യങ്ങൾ അന്വേഷിക്കണമെന്നാണ് യുദ്ധവിഭാഗത്തിന്റെ ഇൻസ്പെക്ടർ ജനറൽക്ക് എഴുതിയ കത്തിൽ ഇവർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. മുൻ സ്പീക്കർ നാൻസി പെലോസിക്കൊപ്പം മിഷിഗണിൽ നിന്നുള്ള റാഷിദ താലിബ്, മിനസോട്ടയിൽ നിന്നുള്ള ഇൽഹാം ഉമർ, വാഷിംഗ്ടൺ DC-യിലെ പ്രമീള ജയപാൽ എന്നിവരൊക്കെ ഈ കത്തിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. മതപരമായ പ്രവചനങ്ങൾക്കൊപ്പം ലോകാവസാനത്തെക്കുറിച്ചുള്ള സിദ്ധാന്തങ്ങളെയും യുദ്ധവിജയത്തിനായി ഭരണകൂടം കൂട്ടുപിടിച്ചിട്ടുണ്ടത്രേ. ഇത്തരത്തിൽ ആളുകളെ പ്രലോഭിപ്പിച്ച് യുദ്ധം ചെയ്യിക്കുന്നത് അമേരിക്ക ഉയർത്തിപ്പിടിക്കുന്ന ജനാധിപത്യ മതേതര മൂല്യങ്ങൾക്ക് എതിരാണെന്നാണ് ഇവരുടെ വാദം. പീറ്റർ ഹെഗ്സത്ത് അടക്കമുള്ളവർ മുന്നോട്ട് വയ്ക്കുന്ന പശ്ചിമേഷ്യ നയം ഇത്തരത്തിൽ തീർത്തും മതപരമായ മാനങ്ങളുള്ളതാണോ എന്ന ഇവരുടെ ചോദ്യം അതുകൊണ്ട് തന്നെ വളരെ പ്രസക്തമാണ്. കുരിശുയുദ്ധ രാജ്യത്തിൻ്റെ പ്രതീകമായ ജെറൂസലേം കുരിശിൻ്റെ ടാറ്റു നെഞ്ചിലും കാഫിർ എന്ന ടാറ്റു കയ്യിലും പതിച്ച ഹെക്സത്തിൻ്റെ ശരീരത്തിൽ മാത്രമല്ല മനസ്സ് നിറയെയും വലതുപക്ഷ ക്രിസ്തീയവാദത്തിൻ്റെ വിഷചിന്തകളാണ് ഉള്ളത്. അമേരിക്കയുടെ യുദ്ധ സെക്രട്ടറി എന്ന പദവിയിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ ഈ കൊടും തീവ്രതയ്ക്കൊപ്പം മറ്റു ചില വിശേഷങ്ങളും കൂടി ആയപ്പോൾ പരാജയത്തിൻ്റെ വക്കിലായിരുന്നു ഹെക്സത്ത്. ലൈംഗിക പീഡന പരാതികളും മദ്യാസക്തിയും വംശീയതയും ഒക്കെ പാകത്തിലധികം ഇയാളുടെ ജീവിതത്തിലുണ്ട്. പക്ഷേ അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസിന്റെ വോട്ടോടെയാണ് ഇയാളുടെ തലവര തെളിഞ്ഞത്. ആ ഒരൊറ്റ വോട്ടിന്റെ ബലത്തിലാണ് അയാളിപ്പോൾ ആ കസാരയിലിരിക്കുന്നത്. ആ വരവിന് ശേഷം പ്രതിരോധ വിഭാഗത്തിന്റെ പേര് മാറ്റി യുദ്ധവിഭാഗം എന്നാക്കുകയും ചെയ്തു. ഇദ്ദേഹം പെന്റഗണിനകത്ത് ക്രിസ്ത്യൻ പ്രാർത്ഥനകൾ ആരംഭിക്കുകയും വൈറ്റ് ഹൗസിലെ വാരാന്ത്യ ബൈബിൾ ക്ലാസ്സുകളിൽ സ്ഥിരമായി പങ്കെടുക്കുകയും ചെയ്തു. സൈനികർക്ക് ദൈവവിശ്വാസം വേണമെന്നും എല്ലാ യുദ്ധത്തിനു മുൻപും അവർ ദൈവത്തോട് പ്രാർത്ഥിച്ചിരിക്കണമെന്നുമാണ് ഇദ്ദേഹത്തിൻ്റെ അധ്യാപനം. ക്രിസ്ത്യൻ ദേശീയതയും മൗലികവാദവും സൈന്യത്തിൽ കൂടി വരികയാണ് എന്ന പരാതികളുടെ പ്രളയത്തിന് കാരണം ഇദ്ദേഹത്തിൻ്റെ നിലപാടുകളും കൂടിയാണ്. സൈന്യത്തിൽ ചേരുമ്പോഴുള്ള പ്രതിജ്ഞ പ്രകാരം മതവും രാഷ്ട്രവും 2 കാര്യങ്ങളാണ്. ഇവ കൂട്ടിക്കുഴയ്ക്കപ്പെടാൻ പാടില്ല. പ്രസിഡന്റിനോടല്ലാതെ ഒരു മതത്തോടും ഇവർക്ക് പ്രതിപത്തി ഉണ്ടാവാനും പാടില്ല. പള്ളിക്കും രാഷ്ട്രത്തിനും ഇടയിലുള്ള വര കൃത്യമായിരിക്കണമെന്നായിരുന്നു അമേരിക്കൻ ഭരണഘടനാ നിർമ്മാതാക്കളുടെ സങ്കല്പം. ബിൽ ഓഫ് റൈറ്റ്സിലും അവരത് ഉൾപ്പെടുത്തിയിരുന്നു. ഇത്തരം തത്വങ്ങളുടെ ലംഘനമാണ് ഇപ്പോൾ നടക്കുന്നത് എന്നതിനാലാണ് പരാതികളുടെ പ്രളയമുണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എവിടുന്നാണ് ഇത്തരം നിർദ്ദേശങ്ങളുടെ തുടക്കമെന്നും അവ സൈന്യത്തിൻ്റെ മതനിരപേക്ഷതയെ ബാധിക്കുന്നുണ്ടോ എന്നുമൊക്കെ പരിശോധിക്കണമെന്നാണ് ഡെമോക്രാറ്റുകൾ ആവശ്യപ്പെടുന്നത്. ഇസ്രായേലിനെ പശ്ചിമേഷ്യ മുഴുവൻ കൈയടക്കാൻ അവകാശമുണ്ടെന്ന് വിശ്വാസത്തിൻ്റെ പേരിൽ പ്രചരിപ്പിക്കുകയും ആ ബൈബിൾ സത്യം പുലരാനാണ് നമ്മുടെ പ്രയത്നമെന്ന് സൈനികരെ കൊണ്ട് വിശ്വസിപ്പിക്കുകയും ചെയ്യുന്ന തരത്തിലാണ്
ഭരണകൂടത്തിലെ പ്രധാനപ്പെട്ടവരുടെ പ്രഖ്യാപനങ്ങളെല്ലാം. നൈൽ മുതൽ യൂഫ്രട്ടീസ് വരെ കൈയടക്കാനുള്ള ഇവരുടെ അവകാശത്തെ ബൈബിളിലെ വചനങ്ങൾ ഉദ്ധരിച്ച് ന്യായീകരിച്ചത് ഇസ്രായേലിലെ അമേരിക്കൻ അംബാസിഡർ മൈക്കൽ ഡെയിൽ ഹക്കബി ആയിരുന്നു. ഇത്തരം വിശ്വാസം സ്ഥാപിക്കപ്പെടുന്നതോടെ മരണപ്പെടുന്ന പട്ടാളക്കാർ രക്തസാക്ഷിയാവുക മാത്രമല്ല, യുദ്ധം അവസാനിപ്പിക്കാനുള്ള ചർച്ചകളെല്ലാം പാപപ്രവൃത്തിയായി മാറും. ഏത് കൊടിയ അക്രമവും നന്മകളായി എഴുതപ്പെടും. അതോടെ പരിഷ്കൃത സമൂഹത്തിൽ എല്ലാ യുദ്ധ നിയമങ്ങളും അപ്രത്യക്ഷമാവുകയും ചെയ്യും. വിശുദ്ധ ഗ്രന്ഥമായ തോറ ഉദ്ധരിച്ച് നെതന്യാഹു പറഞ്ഞതുകൂടെ ഇതോട് ചേർത്തു വായിക്കാം. ഇറാൻ തങ്ങളുടെ ആജന്മ ശത്രുക്കളായ അമലേക്യർക്ക് തുല്യമാണ്. അമലേക്കിന്റെ ഓർമ്മ പോലും ഇല്ലാതാക്കണമെന്നാണ് തോറയുടെ കൽപ്പന. കോവിഡിന്റെ കാരണത്താൽ 6 വർഷമായി നിർത്തിവെച്ചിരുന്ന പാസഞ്ചർ ട്രെയിൻ സേവനം ഉത്തര കൊറിയയും ചൈനയും ആരംഭിച്ചു. ചൈന നേരത്തെ തന്നെ ഇതിന് തയ്യാറായിരുന്നുവെങ്കിലും ഉത്തര കൊറിയയുടേത് ഒരു മെല്ലെപ്പോക്ക് നയമായിരുന്നു. വിസയുള്ളവർക്ക് മാത്രമാണ് ഇപ്പോൾ ടിക്കറ്റ് ലഭ്യമാവുക. ട്രെയിൻ പ്രഖ്യാപിച്ചപ്പോൾ തന്നെ ടിക്കറ്റുകൾ വിറ്റുതീരുകയാണെന്നാണ് റിപ്പോർട്ടുകൾ നൽകുന്ന സൂചന. അടുത്ത ലോകകപ്പ് ഫുട്ബോളിന്റെ വേദികളിൽ ഒന്ന് മെക്സിക്കോയാണ്. ജൂണിലാണ് മത്സരങ്ങൾ. മത്സരം നടക്കുന്ന രാജ്യത്തെ 3 വൻ നഗരങ്ങളിലൊന്ന് ജലിസ്കോ നഗരത്തിന്റെ തലസ്ഥാനമായ ഗൊഡലഹാരയാണ്. ഈ നഗരത്തിൽ കഴിഞ്ഞ മാസം നടന്ന അക്രമ പ്രവർത്തനങ്ങളുടെ ഫലമായി കാണാതായ ആളുകളുടെ എണ്ണം 12,000 വരും. കളികൾ നടക്കുന്ന മറ്റു നഗരങ്ങളായ മെക്സിക്കോ സിറ്റിയിലും മൊണ്ടോറോയിലും കാര്യങ്ങളിൽ വലിയ മാറ്റമൊന്നുമില്ല. രാജ്യത്തിലെ ഏറ്റവും വലിയ ക്രിമിനൽ സംഘമായി വിലയിരുത്തപ്പെടുന്ന ജലിസ്കോ ന്യൂ ജനറേഷനും മിലിറ്ററിയുമായി വെടിവെപ്പ് വരെ നടന്നിരുന്നു. അവരുടെ നേതാവ് വധിക്കപ്പെട്ടതിനെ തുടർന്ന് തെരുവുനീള വ്യാപകമായ അക്രമവും അരങ്ങേറി. എന്തായാലും ലോകകപ്പ് ഭംഗിയായി തന്നെ നടത്തുമെന്നാണ് ഉത്തരവാദപ്പെട്ടവർ പറയുന്നത്. 20,000 മിലിറ്ററിക്കാർ, 55,000 പോലീസുകാർ, സ്വകാര്യ സുരക്ഷാ ജീവനക്കാർ, 2,500-ലധികം വരുന്ന സുരക്ഷാ വാഹനങ്ങൾ, 24 വിമാനങ്ങൾ, ഡ്രോൺ വിരുദ്ധ സംവിധാനങ്ങൾ, പരിശീലനം സിദ്ധിച്ച നായകൾ തുടങ്ങി വൻ സുരക്ഷാ സംവിധാനങ്ങളാണത്രേ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. നന്ദി.